വാശിയോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് പോകുമ്പോൾ മിഴിച്ചു നിൽക്കാനേ അച്ഛനും മുത്തശ്ശനും ആയുള്ളൂ. ശേഖരാ, നീ ആ ഫോൺ എടുത്ത് മഹിയൊന്ന് വിളിച്ചേ, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ. മുത്തശ്ശനൊരു നെടുവീർപ്പോടെ പറഞ്ഞു. അച്ഛനും അത് സമ്മതിച്ച പോലെ തലയനക്കി. ഇനി എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ അത് മഹിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ പോയതിനെ വിളിച്ചു വരുത്താൻ പറയുന്നത്. എനിക്ക് നിന്നെ അത്രയും ഇഷ്ടമാണ് ഗൗരി, അതല്ലേ ഇത്ര വേഗം നമ്മുടെ വിവാഹം നടന്നത്? മുഖം കുനിച്ചു നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ പതിയെ പറയുമ്പോൾ പിടച്ചിലോട് അവനെ നോക്കിയവൾ. ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്നവരാണ്. അതിൽ കൂടുതൽ അടുപ്പം അവനോട് തോന്നിയിട്ടില്ല അവൾക്ക്. ആകെയുള്ള വികാരം ഭയം മാത്രമാണ്. വേണ്ട. ഒരു ചിരിയോട് അവൻ അവളിലേക്ക് ചാഞ്ഞു തുടങ്ങിയതും ഒരലർച്ചയോടെ കണ്ണുകൾ വലിച്ചു തുറന്ന് പിടഞ്ഞെഴുന്നേറ്റവൾ. ശരീരമൊന്നാകെ വിയർപ്പിൽ കുതിർന്നു പോയതുപോലെ കണ്ണുകൾ തുറിച്ചു നോക്കി കുറച്ചു സമയം അതേ ഇരിപ്പ് തുടർന്ന് പോയവൾ. കണ്ടതൊരു സ്വപ്നമായിരുന്നെന്നും താനിപ്പോൾ മറ്റെവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഭയത്തോടെ മിഴികൾ ചുറ്റുമൊന്ന് പായിച്ചതും കണ്ടു തന്നെ നോക്കി സോഫയിലായിട്ടിരിക്കുന്ന രൂപത്തെ. അടുത്ത നിമിഷം ബോധം വീണ്ടെടുത്ത പോലെ അവളൊന്ന് ഞെട്ടി. പിടഞ്ഞെഴുന്നേൽക്കാൻ ഒരുങ്ങിയതും വേദനയോടെ വീണ്ടും ബെഡിലേക്ക് തന്നെ ഇരുന്നു പോയി. അവളുടെ ഓരോ പ്രവൃത്തിയും സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് അവനും അതേ ഇരിപ്പ് തുടർന്നു. ഗൗരിക്ക് അവനെ നോക്കാൻ വല്ലാത്തൊരു മടുപ്പ് തോന്നി, അതിലേറെ ഭയവും. വിലയിട്ട് വാങ്ങിയതാണ് അവൻ. പ്രണയമെന്നും ഇഷ്ടമെന്നും പറഞ്ഞ് താലി കെട്ടിയവന് കേവലം തന്നോട് തോന്നിയ ഭ്രമമായിരുന്നു എന്നേ തിരിച്ചറിഞ്ഞു പോയതാണ്. അപ്പോൾ വിലയുറപ്പിച്ച് വാങ്ങിയവന് എന്ത് വികാരമായിരിക്കും തന്നോട് തോന്നുകയെന്ന് അവൾക്കറിയാം. വല്ലാത്തൊരു വേദനയോടെ മുഖം കുനിച്ച് കണ്ണീർ വാർത്തു തുടങ്ങിയതും അടുത്ത നിമിഷം ആ വലിയ രൂപം തനിക്ക് മുന്നിൽ നിൽക്കുന്നത് അവൾ അറിഞ്ഞു. ഒരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കുമ്പോഴേക്കും അവന്റെ കൈകൾ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഉയർത്തി. ഭയത്തോടെ മിഴികൾ പിടച്ചുകൊണ്ട് അവന്റെ കണ്ണിലേക്ക് നോക്കിയവൾ. തീക്ഷ്ണ നിറഞ്ഞ നോട്ടം, ചുവന്നു തുടങ്ങിയ മിഴികൾ അവളുടെ മുഖത്തിന്റെ ഓരോ കോണിലും അലഞ്ഞു. പറഞ്ഞറിയിക്കാനാവാത്തൊരു ഇഷ്ടം തോന്നിപ്പോകുന്നുണ്ടായിരുന്നു ആ കുഞ്ഞു മുഖത്തിനോട് അവന്. അത്രമേൽ തീവ്രമായൊരിഷ്ടം. പ്രണയമെന്ന് വിളിക്കാനാവുമോ അതിനെ? അറിയില്ല. അതിനുത്തരം പറയേണ്ടത് അവനാണ്. കരിയെഴുതാത്ത മിഴികളും കരഞ്ഞു ചുവന്ന മൂക്കും കവിളുമെല്ലാം നേരത്തെ ഒരു ചിരിയോടെ നോക്കി നിന്നുപോയി ശക്തി. എപ്പോഴും കരയുന്നതിന് ദേഷ്യം കാണിക്കാനാണ് വന്നത്. കവിളിൽ കുത്തിപ്പിടിച്ചു അതിനു വേണ്ടിയാണ്. പക്ഷേ എല്ലാം മറന്നുപോയവൻ, സർവവും വിസ്മരിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് മാത്രം ഉറ്റുനോക്കി നിന്നുപോയവൻ. ദേഷ്യമല്ല, മോഹവുമല്ല, മറ്റെന്തോ. പേരിട്ട് വിളിക്കാൻ അവൻ ആഗ്രഹിക്കാത്ത എന്തോ ഒന്ന്. വെറുതെ ഇരുന്ന് കരഞ്ഞാ നീ ഉറപ്പായിട്ട് എന്റെ കൈന്റെ ചൂടറിയും ഗൗരി. അവളിൽ നിന്ന് മുഖം വെട്ടിച്ച് മാറ്റിക്കൊണ്ടാണ് പറച്ചിൽ. ഒരു നിമിഷം കൂടി നോക്കിപ്പോയാൽ മുഖമാകെ ചുംബിച്ചു പോകുമെന്ന് തോന്നി അവന്. ആഗ്രഹിച്ചത് എന്തും സ്വന്തമാക്കി വെക്കുന്നവൻ അവളുടെ അവസ്ഥയെ ഓർത്ത് മാത്രം വേണ്ടെന്ന് വെച്ചതാണ് ആ മോഹത്തെ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചുംബിച്ചേനെ, കൊതി തീരുവോളം തന്നെ. നീ എനിക്കുള്ളതാ ഗൗരി, നിന്റെ കണ്ണുനീര് പോലും എനിക്കുള്ളതാവണം, ആയേ തീരൂ. അടിമയാണോ ഞാൻ? ഇതിന് നല്ലത് തന്നെ. ഒരു നിമിഷം അറിയാതെ ചോദിച്ചു പോയവൾ. എല്ലാം നഷ്ടപ്പെട്ടു പോയവൾക്ക് ഇനി മുന്നോട്ട് ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാനില്ലാതെ വരുമ്പോൾ തോന്നുന്ന ധൈര്യമായിരുന്നു അവളിൽ. നിനക്ക് എന്ത് തോന്നുന്നു അങ്ങനെ കരുതാം, പക്ഷേ നീ എന്റെ മാത്രമായിരിക്കണം. പറയുമ്പോൾ വല്ലാത്തൊരു വാശി ആ മിഴികളിൽ നിറയുന്ന അവൾ കണ്ടു. ഹിമശിമാത മിഴികളിലേക്ക് ഉറ്റുനോക്കി ഗൗരി. തിരികെ അവനും. പരസ്പരം ആഴത്തിൽ ആ മിഴികൾ കൊരുത്തു നിന്നു. ശക്തിയുടെ ഹൃദയം ഇടിപ്പൊന്ന് ഉയർന്നു പോയതുപോലെ അവളുടെ നോട്ടം മിഴികൾ കൊണ്ട് തന്നെ കൊത്തി വലിക്കുന്ന പോലെ. എങ്കിലും തോറ്റു കൊടുക്കാതെ നിന്നവൻ. പറഞ്ഞത് മനസ്സിലായോ ഗൗരിക്ക്? മുഖമൊന്ന് കൂടി അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ചൂടുള്ള ആശ്വാസം മുഖത്തു വന്ന് പതിച്ചതും മിഴികൾ ഇറുകെ അടച്ചു കളഞ്ഞ ഗൗരി ശക്തിയുടെ ചുണ്ടുകൾ അറിയാതെ ഒന്ന് വിടർന്നു. കൊതിയോടെ തന്നെ വീണ്ടും ആ മിഴികൾ അവളിൽ അലഞ്ഞു. കേട്ടില്ലേ? വാ തുറന്നു പറയടി. കേട്ടു. എന്നാ ഒന്നുകൂടി കിടന്നുറങ്ങിക്കോ, ഇപ്പോഴത്തെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. അവളിലെ പിടിവിട്ടുകൊണ്ട് ശക്തി പറഞ്ഞു. കേൾക്കേണ്ട താമസം. പെണ്ണ് വേഗം തന്നെ ബെഡിലേക്ക് കിടന്ന് മുഖം അമർത്തി വെക്കുകയും ചെയ്തു. ഒരു നിമിഷം തെല്ലൊരു കൗതുകത്തോടെ അവളെയും അവളുടെ പ്രവൃത്തികളെയും ശക്തി നോക്കി നിന്ന് പോയിരുന്നു. പ്രായത്തിന്റെ നിഷ്കളങ്കതയും കുറുമ്പും കുസൃതിയും ഒക്കെ എവിടെയൊക്കെ അവളിൽ ബാക്കി നിൽക്കുന്നുണ്ടെന്ന് തോന്നിപ്പോയവന് അടുത്ത നിമിഷം ചെക്കിനൊന്ന് തല ഉടഞ്ഞു. നിനക്കിത് എന്താ ശക്തി? അവളോടുള്ള കൊതി കൊണ്ട് മാത്രം പിടിച്ചുകൊണ്ട് വന്നതാണ്, അല്ലാതെ വേറൊന്നുമില്ല. മനസ്സിലായി. ഒരിക്കൽ കൂടി അവൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അച്ഛനും മുത്തശ്ശനും പറയുന്ന കാര്യം കേട്ട് കണ്ണും മിഴിച്ച് നിൽപ്പാണ് മഹി. എന്തൊക്കെയാ മഹി കണ്ണൻ ചെയ്യുന്നത്? ഡ്യൂട്ടിക്കെന്നും പറഞ്ഞു പോയവനൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു. നീയല്ല അവന്റെ വാല്. നിന്നോട് പറയാതെ അവനൊന്നും ചെയ്യില്ലെന്ന് ഉറപ്പാ. എന്റെ പൊന്നു വലിയ സത്യം, ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യം അത്. രാവിലെ എന്റെ കൂടെ വന്നു എന്ന സത്യ, അത് കഴിഞ്ഞുള്ളത് എനിക്കറിയില്ല. ചെക്കൻ നിസ്സായനായി കൈമലർത്തിയതും അച്ഛനും മുത്തശ്ശനും ദീർഘമായും നിശ്വസിച്ചു. ഇനിയിപ്പോ വിശ്വനാഥൻ സാറിനോട് എന്താ ഗണേശ പറയാ?
ആ കുട്ടിയെ കണ്ണന് വേണ്ടി പറഞ്ഞു വെച്ചതല്ലായിരുന്നോ? ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ അനുവാദമില്ലാതെ എനിക്ക് വേണ്ടി ആരെങ്കിലും കണ്ടുവെക്കാൻ ആർക്കും അവകാശവുമില്ല. വാതിൽപ്പടിയിൽ നിന്നും ദേഷ്യത്തോടെയുള്ള അവന്റെ ശബ്ദമുയർന്നു. 3 പേരുടെയും വായ ഒരുപോലെ അടഞ്ഞു. DGP വിശ്വനാഥനാണ് IPSകാരിയായ മകൾ വാണിക്ക് വേണ്ടി ശക്തിയെ ആലോചിച്ച് വരുന്നത്. ശക്തിയുടെ കൂടെ ട്രെയിനിങ് സെന്ററിൽ ഒരുമിച്ചായിരുന്നു വാണി. ശക്തിയോടുള്ള അവരുടെ പ്രണയം ഒരിക്കൽ അവനോട് പറഞ്ഞിട്ടുണ്ട് വാണി. മുന്നും പിന്നും നോക്കാതെ ചെക്കനെ നോ പറഞ്ഞതും പിന്മാറാൻ ഒരുക്കമല്ലാതെ വീണ്ടും അച്ഛൻ വഴി ആലോചനയായിട്ട് വന്നതാണ് അവൾ. മകൻ കല്യാണം കഴിച്ചൊരു കുടുംബമായി ജീവിച്ചു കാണാനുള്ള ആഗ്രഹം കൊണ്ട് അച്ഛനും മുത്തശ്ശനും കൂടി പെണ്ണ് കാണാൻ ചെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ആരോടും ഇന്നവരൊരു ഇഷ്ടവും തോന്നാതിരുന്ന ശക്തി അവരനുസരിക്കുമെന്ന് വെറുതെ കിനാവ് കൊണ്ട് നടപ്പായിരുന്ന രണ്ടാളും. അപ്പോഴും മഹി പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. കേട്ടില്ല. ഇനി അനുഭവിച്ചോട്ടെ. നിനക്കിന്ന് ഡ്യൂട്ടിയില്ലടാ? മായി എന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ടാണ് ശക്തിയുടെ ചോദ്യം. ചെക്കന്റെ മുഖം ഒന്ന് വീർത്തുപോയി. എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും തല്ലിയാലും വഴക്ക് പറഞ്ഞാലും തന്നോട് പറയാതെ ഒന്നും ചെയ്തിട്ടില്ല അവൻ. അവനാണ് ഇന്ന് പോയി കെട്ടി വന്നിരിക്കുന്നത്. പരിഭവം തോന്നിപ്പോകുന്നത് സ്വാഭാവികം. ശക്തിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. നിന്റെ കല്യാണം കഴിഞ്ഞോ? ആ കഴിഞ്ഞു. എപ്പാ? മോർണിംഗ് 11:45. പെണ്ണ് ഗൗരി. ആ കൊച്ചു സമ്മതിച്ചായിരുന്നോ? ചോദിക്കുമ്പോൾ മഹിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവളുടെ സമ്മതം ആർക്ക് വേണം? എനിക്ക് കെട്ടാൻ തോന്നി കെട്ടി. അവള് സമ്മതിച്ചാറില്ലെങ്കിലും എനിക്കൊന്നുമില്ല. മിഴിച്ചു നിൽക്കുന്ന 3 ആളെയും നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. ചെക്കൻ പുറത്തേക്ക് പോയത് കുറച്ച് സമയം എടുത്തു 3 ആൾക്കും ബോധം വരാൻ. ആ പറഞ്ഞിട്ട് പോയത് വെച്ച് നോക്കുമ്പോ അവനാ കൊച്ചിനെ പിടിച്ചോണ്ട് വന്നാണോ വലിയ? മാണബി തറവാട്ടിലെ ശ്രീദേവി തമ്മിലായിട്ട് എന്നെ സമ്മതിച്ചോ? എനിക്കൊന്നും അറിയില്ല എന്റെ മഹി. അവൻ എന്തൊക്കെയായി ചെയ്ത് കൂട്ടുന്നെന്ന്. എന്നിട്ട് ആ കുട്ടിയുടെ മുകളിലുണ്ട്. കൊണ്ടുവരുമ്പോ ബോധമില്ലായിരുന്നു അതിന്. മുത്തശ്ശ ഞാൻ നോക്കിയിട്ട് വരാം. എന്താ ഉണ്ടായെന്നൊക്കെ ചോദിച്ചു നോക്കാം മഹി പറഞ്ഞു. മുത്തശ്ശനും അച്ഛനും കൂടി അതിനെ അനുകൂലിച്ചു അവൻ മുകളിലേക്ക് നടന്നു. ബാൽക്കണിയിലായി പുറത്തേക്ക് നോക്കി നിൽപ്പാണ് അവൻ. ഉള്ളിൽ വല്ലാത്തൊരു ഭാരം നിറയുന്ന പോലെ, എന്ത് ചെയ്തിട്ടും ശരിയാവാത്ത പോലെ. മനസ്സിലൊരു മുഖം മാത്രം നിറയുന്നു. അവളുടെ ചിരിയും കുറുമ്പും മാത്രം ഉള്ളിൽ തെളിയുന്ന പോലെ. രുദ്ര. പുറകിൽ നിന്ന് വരുന്ന വശ്യമായൊരുളുടെ സ്വരം. മിഴികൾ ഇറുകെ അടച്ച് മുഷ്ടി ചുരുട്ടി പിടിച്ച് രുദ്രൻ. എന്തു പറ്റി രുദ്ര? സെറ്റിൽ നിന്ന് ബ്രേക്ക് എടുത്ത് പോകുന്നു പറഞ്ഞു. വാട്ട് ഹാപ്പൻ മാൻ? എന്തു പറ്റി? നഗ്നമായവന്റെ പുറത്ത് മുഖം അമർത്തി വെച്ച് ഇറുകെ പുണർന്നുകൊണ്ടാണ് അവളുടെ ചോദ്യം. സുതാര്യമായ വസ്ത്രത്തിനുള്ളിലൂടെ അവളുടെ മാറുകൾ അവന്റെ ശരീരത്തിൽ അമർന്നു. നിർവൃതിയോടെ കണ്ണുകൾ കൂമ്പി അടച്ചവൾ. രുദ്ര. എനിക്കെന്റെ ഗൗരിയെ വേണം ഗാഥ. വാട്ട്? ഒരലർച്ചയോടെ ചോദിച്ചുകൊണ്ട് അവനിൽ നിന്ന് അടർന്നു മാറിയവൾ. എന്താ നീ പറഞ്ഞേ? അതിനു വേണ്ടിയാണോ നീ എന്നെ അവോയ്ഡ് ചെയ്തോണ്ടിരുന്നേ? എനിക്ക് അവളില്ലാതെ പറ്റില്ല. അപ്പൊ ഞാൻ നിന്റെ ആരാ? മനസ്സും ശരീരവും നിന്നിൽ അർപ്പിച്ച് ജീവിക്കുന്ന ഞാൻ നിന്റെ ആരാ രുദ്ര? എനിക്കറിയില്ല. അറിയാതെ പറ്റിയൊരു തെറ്റ്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതിൽ കൂടുതലൊന്നുമില്ല. രുദ്ര. എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകുന്നുണ്ട് ഗാഥ. എന്റെ ഗൗരി അരികില്ലാത്ത ഓരോ നിമിഷവും എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അവളില്ലാതെ എനിക്ക് ഇനിയും വയ്യ. അപ്പൊ ഞാനോ? നീ എന്നും എന്റെ നല്ല സുഹൃത്തായിരുന്നു, എന്നും. പക്ഷേ ഗൗരി, അവളെന്റെ എല്ലാമാണ്. അവളെന്റെ ഭാര്യയാണ്. പറയുമ്പോൾ അവന്റെ ശബ്ദം പോലും നിടറി. ഗാഥ തന്റെ മിഴികൾ ഇറുകെ അടച്ചു. ഇതിനു വേണ്ടിയാണോ താൻ ഇത്രയും ചെയ്തു കൂട്ടിയത്? ഇതിനു വേണ്ടിയാണോ ഇങ്ങനെ കഷ്ടപ്പെട്ടത്? സ്വയം ഓർത്തുകൊണ്ട് പുച്ഛത്തോടെ രുദ്രനെ നോക്കിയവൾ. ദൂരേക്ക് മിഴികൾ പായിച്ച് നിൽപ്പാണ് അവൻ അപ്പോഴും. ശക്തി പുറത്തേക്ക് പോയതും അച്ഛനോടും മുത്തശ്ശനോടും പറഞ്ഞ് മഹി മുകളിലേക്ക് ചെന്നു. പുറത്തുനിന്ന് അടച്ചുപൂട്ടിരിക്കുന്ന മുറി കാണെ ദീർഘമായി ഒന്ന് വിശ്വസിച്ചവൻ. ഇങ്ങനെ അടച്ചുപൂട്ടി ഭദ്രമായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ IPSന്റെ അസ്ഥിക്ക് തന്നെ പിടിച്ചിട്ടുണ്ടെന്ന് സാരം. ഈശ്വര, ആ കൊച്ചിനെ നീ തന്നെ കാത്തോളണേ. ഒരു നിമിഷം മൗനമായി ഒന്ന് പ്രാർത്ഥിച്ചു പോയിരുന്നു മഹി. അല്ലെങ്കിലും ശക്തി അവനോളറിയുന്ന മറ്റാരുണ്ട്? ഒരിക്കൽ കൂടി അടഞ്ഞെടുക്കുന്ന വാതിലേക്ക് നോക്കിക്കൊണ്ട് അവൻ തിരിച്ചു നടന്നു. ഭൂതം കൊണ്ടുവച്ചിട്ട് പോയ നിധിയാണല്ലോ. കണ്ണൻ ഇതുവരെ വന്നില്ലല്ലോ മഹി. എവിടെ പോയതായിരിക്കും? ഉമ്മറത്ത് ശക്തി വരുന്ന കാത്തിരിക്കുകയാണ് അച്ഛനും മുത്തശ്ശനും കൂടെ മഹി. ഗൗരിയെ കൊണ്ടാക്കി പോയതാണ് കക്ഷി. യൂണിഫോം മാറ്റി ഫോർമൽ ഡ്രസ് ഇട്ടുകൊണ്ട് ഓഫീസിലേക്കല്ലെന്ന് ഉറപ്പാണ്. പോകുന്ന എവിടേക്കാ ചെയ്യുന്ന എന്താന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ശീലം അവനില്ലല്ലോ വലിയച്ച. വന്നാ കാണാം. ഇതിപ്പോ ആ കൊച്ചിനെ അതിനുള്ളിൽ പൂട്ടിയിട്ടേക്കുക. അതിന് വല്ലതും കഴിക്കുകയും കുടിക്കൊന്നും വേണ്ടേ? ശക്തിയെ അവന്റെ പ്രവൃത്തികളെയും കുറിച്ച് ഓർക്കെ ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ടാണ് മഹിയുടെ പറച്ചിൽ. വെറുതെ അതും ഇതും പറഞ്ഞിരിക്കാണ്ട് നീ ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചു നോക്ക് മഹി. മുത്തശ്ശൻ പറഞ്ഞു. മഹി വേഗം ഫോൺ എടുത്തു. കോൾ ഓൺ ചെയ്ത് ചെവിയിലേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ ശക്തിയുടെ കാർ ഗേറ്റ് കടന്ന് വന്നിരുന്നു. അടുത്ത നിമിഷം മൂവരുടെയും ശ്രദ്ധ അതിലേക്കായി. കാറിൽ നിന്ന് ചുണ്ടിലൊരു പുഞ്ചിരിയുമായി ഇറങ്ങി വരുന്നവനെ കാണെ മൂവരുടെയും കണ്ണുകൾ ഒരുപോലെ മിഴിഞ്ഞു.
വളരെ വിരളമായി കാണുന്ന ഒരു കാഴ്ചയാണത്. ആരെങ്കിലും മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ പോലും ചിരിച്ച് കാണിക്കാത്തവനാണ്. അതിന്റെ അത്ഭുതം കാണുമല്ലോ. വന്ന് സഹായിക്കണം. മഹിയോടായുള്ള അലർച്ച മുഴങ്ങിയതും ബോധം വീണ്ടെടുത്ത പോലെ അവൻ ഓടി ശക്തിയുടെ അടുത്തേക്ക് ചെന്നു. കാറിൽ നിന്നും കൊണ്ടുവന്ന കവറുകളിൽ പകുതിയും മഹിയുടെ കയ്യിൽ കൊടുത്തു. ബാക്കി അവനെ എടുത്തു പിടിച്ചു. ഇത് തൽക്കാലം ആ സോഫയിലേക്ക് വെച്ചേക്ക്, ഞാൻ പിന്നെ വന്ന് എടുത്തോളാം. മഹിയോടായി അത്രയും പറഞ്ഞ് കയ്യിൽ പിടിച്ച കവറുകളുമായി ശക്തി മുകളിലേക്ക് കയറി. ചെക്കൻ വന്നാൽ എന്തൊക്കെയോ ചോദിക്കണം പറയണം എന്നൊക്കെ വിചാരിച്ചിരുന്ന 3 പേരും അപ്പോഴാവും പോകുന്ന നോക്കി കണ്ണും മിഴിച്ച് നിൽപ്പാണ്. അടച്ചിട്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും ശക്തിയുടെ മിഴികൾ വല്ലാതെ ഒന്ന് തിളങ്ങി. വെളുത്ത ബെഡിൽ നേരത്തെ ഒരു തൂവൽ പോലെ കണ്ണടച്ച് മയങ്ങുന്നവൾ, തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് നോട്ടം വെട്ടിച്ച് കളഞ്ഞവൻ. അല്ലെങ്കിൽ തന്നെ അവളോട് തോന്നി എന്താണെന്ന് അറിവില്ല. ഭംഗിയുള്ള ഒരു പൂവ് കാണുമ്പോൾ അതിനെ സ്വന്തമാക്കാൻ തോന്നുന്ന കൊതിയാവും. മനുഷ്യരൂപം പൂണ്ട ഈ രാക്ഷസനെ ഭ്രമിപ്പിച്ച് കളഞ്ഞ സുന്ദരിയായ ഒരു പൂവ് ഗൗരി. ശക്തിയുടെ മനസ്സിൽ ഗൗരി അതാണ്. തൊട്ടരികിലായി അറിയുന്ന ആരുടെയോ സാമീപ്യത്തിൽ ഒരു ഞെട്ടലോടെ മിഴികൾ വലിച്ചു തുറന്ന് ഗൗരി. ദൃഢമായ കൈകൾ കൊണ്ട് തന്നെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന വലിയ രൂപം, ആ രൂപത്തിലേക്ക് ഇറുകെ ചേർത്തിരിക്കുന്ന തന്റെ ശരീരം. ഉറക്കെ നിലവിളിക്കാനായി ഒരുങ്ങിയ നിമിഷം തന്നെ മറുകയ്യാൽ അവിടെ വായ പൊത്തി പിടിച്ചുകൊണ്ട് അവൻ മുരണ്ടു. ഒച്ചക്കാരി. കണ്ണുമിഴിച്ച് ഭയന്നുകൊണ്ട് അവനെ ഉറ്റുനോക്കിപ്പോയി ഗൗരി. വിടർന്ന വലിയ മിഴികളിൽ അത്രയും ഇഷ്ടത്തോടെ നോക്കിയതേയുള്ളൂ ശക്തി. നിറയെ പീലികൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിൽ യാതൊരു ചായത്തിന്റെയും അകമ്പടിയില്ലാതെ തന്നെ അത്രമേൽ ഭംഗിയുള്ളതാണ്. പെണ്ണ് കയ്യിൽ കിടന്ന് കുതിർന്നതറിയാണ് ചെക്കന് ബോധം വീണത്. അടുത്ത നിമിഷം കിടന്ന് പിടക്കുന്നവളെ ദേഷ്യത്തോടെ നോക്കിയവൻ. ആ നോട്ടം കാണി ഗൗരി നടങ്ങി. ദയനീയമായ ആ മിഴികളിലേക്ക് നോട്ടമെയ്തവൾ. ഞാനൊന്ന് തൊട്ടാലും പിടിച്ചാലും ഇത്രയും റിയാക്ഷൻ ഒട്ടും നല്ലതിനാവില്ല ഗൗരി. ഈ ചാത്ത പോലെ കിടന്ന് തരുന്നതിനേക്കാൾ മീനിനെ പോലെ പിടക്കുന്നവളെയാ എനിക്കിഷ്ടം. മുഖത്തേൽക്കുന്ന ചുടുശ്വാസത്തിൽ ആ വാക്കുകളും നോട്ടവും നൽകുന്ന തീക്ഷ്ണതയിൽ തന്റെ മിഴികൾ ഇറുകെ അടച്ചു കളഞ്ഞ ഗൗരി. തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി അവളുടെ ഉടൽ നിശ്ചലമാകുന്നതറിയെ അവന്റെ ചുടികളിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇതാണ്, ഇത്രയും അനുസരണയുള്ള പെണ്ണിനെയാണ് എനിക്ക് വേണ്ടത്. നിന്റെ അനുസരണ എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാലോ. അതുകൊണ്ടാണല്ലോ ഈ താലിയും കഴുത്തിലിട്ട് ഇങ്ങനെ എന്നോട് ചേർന്ന് കിടക്കുന്നത്. കേൾക്കുന്ന ഓരോ വാക്കിലും അത്രയും വേദനയും സങ്കടവും നിറഞ്ഞു പോയവളിൽ അനുസരണ അത് കൂടിപ്പോയതിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്. പക്ഷേ എതിർത്തൊരു വാക്ക് പറയാൻ ഭയമാണ് അവൾക്ക്. അങ്ങനെ എതിർത്തിരുന്നെങ്കിൽ ഗൗരിയുടെ മനസ്സും ശരീരവും ആരും ചവിട്ടി അരക്കില്ലായിരുന്നു. ഇയാൾക്ക് കീഴിലൊരു അടിമയായി കിടക്കില്ലായിരുന്നു. ഈ നിമിഷങ്ങളിൽ അത്രയും ശക്തിയുടെ നോട്ടം അവളുടെ കുഞ്ഞു മുഖത്ത് മാത്രമായിരുന്നു. വിതുമ്പി നിൽക്കുന്ന അധരങ്ങളും ഇറുകി അടച്ച മിഴികളും ചുവന്നുപോയ കവിളുകളുമൊക്കെയായി അവനെ വല്ലാതെ കൊതിപ്പിക്കുന്ന രൂപമായിരുന്നു അവൾക്ക്. ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് താൻ. ഇഷ്ടം പറഞ്ഞു വന്നവരും മോഹം പറഞ്ഞു വന്നവരും ഏറെയുണ്ട് താനും. പക്ഷേ വന്നവരിൽ ആർക്കുമില്ലാത്ത എന്തോ ഒന്ന്, സംതിങ് സ്പെഷ്യൽ. അത് ഈ ഒരുവളിലുണ്ടെന്ന് തോന്നിപ്പോയി അവന്. ഒരു നോട്ടത്തിലൂടെ തന്നെ അവളിൽ അടിമപ്പെട്ടതുപോലെയായി തീർന്നിരിക്കുന്നു. ഗൗരി. അവൾ മൗനമായി നിന്നു. ഈ മൗനം നിനക്ക് നല്ലതിനല്ല പെണ്ണേ. മിണ്ടിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവളെ ഒന്നാകെ അടക്കി പിടിച്ച് മറുകൈ വിരൽ കൊണ്ട് മുഖമൊന്നാകെ തഴുകിക്കൊണ്ടാണ് പറച്ചിൽ. ഒമിത്തിയിൽ എന്നതുപോലെ നീറുകയായിരുന്നു ഗൗരി ഓരോ നിമിഷം. അവനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ നിമിഷവും പൊള്ളുന്നത് പോലെ തോന്നി. എന്തിനാ എന്നോട്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഏയ്, എന്ത് ഗൗരി തെറ്റെയ്തെന്ന് ഞാൻ പറഞ്ഞു? പിന്നെ ശിക്ഷിക്കാനല്ലല്ലോ ഞാൻ നിന്നെ കൊണ്ടുവന്നത്, സ്നേഹിക്കാനല്ലേ. കൊതി തീരുവോളം. പ്ലീസ്. അതിനി കരച്ചിൽ വേണ്ട. ഞാനത്ര നല്ലവരൊന്നുമില്ല നിനക്ക് മനസ്സിലായി കാണുമല്ലോ. വെറുതെ എന്നെയും എൻ്റെ ക്ഷമയും ഗൗരി പരീക്ഷിക്കരുത്. മാടമ്പി തറവാട്ടിലെ ശ്രീദേവി തമ്പുരാട്ടിയുടെ അതേ സ്വഭാവം തന്നെയാണ് എനിക്കും എന്നാ അച്ഛൻ്റെ പറച്ചിൽ. പറഞ്ഞു നിർത്തിയതും ഒരു ഞെട്ടലോടെ മിഴികൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവനെയും നോക്കി ഗൗരി. ചുണ്ടിലും കണ്ണിലുമെല്ലാം പരിഹാസമാണ് അവനിൽ. നേരത്തെ പറഞ്ഞ ആ പേരിനോട് പോലും തോന്നുന്ന പുച്ഛം. തെല്ലൊരു കൗതുകത്തോടെ ആ മുഖത്തേക്ക് നോക്കിയിരുന്നു പോയി ഗൗരി. അവൾ ഇത് കാണുന്ന ആദ്യമായിട്ടാണ്.